ചാത്തന്നൂർ ചേമ്പ്ര എസ്റ്റേറ്റിന് മുന്നിൽ വീണ്ടും ക്വാറി വിരുദ്ധ സമരം. തിരുമുറ്റക്കോട് ചാത്തന്നൂർ ചേമ്പ്ര എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന ക്വാറിക്കെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മുതൽ വീണ്ടും രണ്ടാം ഘട്ട കുത്തിയിരിപ്പ് സമരം തുടങ്ങി. ഭൂമി തരം മാറ്റി പ്രവർത്തിക്കുന്ന ഓറിയന്റൽ റോക്ക് പ്രൊഡക്ട്സ് എന്ന സ്ഥാപനത്തിന് അനധികൃതമായി വീണ്ടും ലൈസൻസ് നൽകിയെന്നാരോപിച്ചാണ് ജനകീയ സമരസമിതി രണ്ടാം ഘട്ട സമരം തുടങ്ങുന്നതെന്ന് സമരസമിതി കൺവീനർ കെ ഗോപിനാഥൻ, ചെയർമാൻ കെ രാമചന്ദ്രൻ, രക്ഷാധികാരി എം പ്രദീപ് എന്നിവർ പറഞ്ഞു. ചാത്തന്നൂരിൽ പ്രവർത്തിക്കുന്ന ചേമ്പ്ര ക്വാറിക്കെതിരെ ജനകീയ സമരസമിതി 132 ദിവസമാണ് കുടിൽകെട്ടി ആദ്യഘട്ട സമരം നടത്തിയത്. 2023 മാർച്ച് 31 ശേഷം ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകാത്തതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ക്വാറി വീണ്ടും തുറന്നു പ്രവർത്തിക്കാനുള്ള ഒത്താശയാണ് പഞ്ചായത്ത്, റവന്യൂ തുടങ്ങിയ അധികൃതരിൽ നിന്ന് പിന്നീടുണ്ടായതെന്നും സമരസമിതി ആരോപിക്കുന്നു. ജനകീയ ആവശ്യം മുൻനിർത്തി ക്വാറിക്ക് നൽകിയ ലൈസൻസുകൾ റദ്ദാക്കുക, റവന്യൂ വകുപ്പിന്റെ ക്വാറി അനുകൂല നടപടികൾ അവസാനിപ്പിക്കുക, ക്വാറിക്ക് അനുകൂലമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരക്കാർ വീണ്ടും കുത്തിയിരിപ്പ് സമരം തുടങ്ങിയത്. ചാത്തന്നൂർ സെന്ററിൽ നിന്ന് വനിതകൾ ഉൾപ്പെടെയുള്ള സമര വളണ്ടിയർമാർ ജാഥയായാണ് ക്വാറിയുടെ മുന്നിലേക്ക് എത്തിയത്. ആദ്യഘട്ടത്തിൽ നടത്തിയ അനിശ്ചിതകാല ഇരിപ്പ് സമരം തന്നെയാണ് വീണ്ടും തുടങ്ങുന്നതെന്നും സമരസമിതി അറിയിച്ചു. നാഗലശ്ശേരി തിരുമുറ്റക്കോട് പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ ആദ്യഘട്ടത്തിൽ പിന്തുണയുമായി സമരപന്തലിൽ എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യവേളയിൽ ജനകീയ സമരസമിതി നടത്തുന്ന സമരത്തിന് പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യം ശ്രദ്ധേയമായി. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രദേശത്തെ വാർഡംഗം TV ഉണ്ണികൃഷ്ണൻ, CPI സെക്രട്ടറി T ഹംസ, കൺവീനർ കെ ഗോപിനാഥൻ, രക്ഷാധികാരി M പ്രദീപ്, C ജയകൃഷ്ണൻ, PP നന്ദൻ, TK ശ്രീകുമാർ, P മനോജ് എന്നിവർ നേതൃത്വം നൽകി. അതേസമയം ചേമ്പ്ര എസ്റ്റേറ്റിൽ പ്രവർത്തിച്ചു വരുന്ന ക്വാറിക്ക് നിയമം അനുശാസിക്കുന്ന എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചിട്ടുണ്ടെന്നും കോടതിയുടെയും അധികൃതരുടെയും അനുമതിയോടെയാണ് ക്വാറി പ്രവർത്തിച്ചു വരുന്നതെന്നും ക്വാറി ഉടമ ഡോക്ടർ ജോർജ് മാത്യു പറഞ്ഞു. ഭൂമിയായി പിടിച്ചെടുക്കുക. നാഗലശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടിയെടുക്കുക. ഭൂപരിഷ്കരണ നിയമത്തിൽ തോട്ടഭൂമിയായി ഒഴിവാക്കിയ ചേമ്പ്രക്കുന്നിൽ പ്രവർത്തിക്കുന്ന ക്വാറി അടച്ചുപൂട്ടുക. എടുത്തുകൊണ്ട് ഈ രാജ്യത്തെ മുഴുവൻ ഭരണകൂടത്തിന്റെ എല്ലാ യന്ത്രങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് ചവിട്ടി മെതിക്കാനാണ് തീരുമാനിക്കുന്നത് എങ്കിൽ ഇതിങ്ങനെ പോകില്ല. ഇതിങ്ങനെ പോകാൻ സാധിക്കില്ല. നിങ്ങൾക്ക് കഴിയില്ല. ഇവിടെ ജൂൺ മാസത്തിന് സ്കൂൾ തുറക്കും. സ്കൂൾ തുറന്നാൽ അപകടങ്ങൾ ഉണ്ടാവും. ഇപ്പം ഇതൊന്നും അല്ലാണ്ട് നമുക്കറിയാം. എത്രയോ ഇതുപോലെ വലിയ വലിയ ലോറികൾ പോകുമ്പോൾ ആ കല്ല് വീണിട്ട് 2 ശവങ്ങൾ ഇവിടെ ഉണ്ടായി. ഈ കേരളത്തിൽ 2 സ്ഥലത്ത് ഈ ഓവർലോഡ് കയറ്റി കൊണ്ടുപോയ കല്ല് വീണിട്ട് 2 പേര് മരിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇവിടെ ആവർത്തിക്കും. അതുകൊണ്ട് ഈ രാജ്യത്ത് സമാധാനം വേണം. ഇത് തിരുമുറ്റക്കോട് പഞ്ചായത്തിൻ്റെയും നാഗലശ്ശേരി പഞ്ചായത്തിൻ്റെയും ജീവൻ മരണ പോരാട്ടമാണെന്ന് ഭരണാധികാരികൾ തിരിച്ചറിയുന്ന അടിസ്ഥാനത്തിലാണ് ഉണ്ണികൃഷ്ണൻ മെമ്പർ ഒരു കേസ് കൊടുത്തിട്ടുള്ളത്. പ്രേമ മെമ്പർ കേസ് കൊടുത്തു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിൻ്റെ സിവിൽ സർവീസിൻ്റെ മുഴുവൻ പിന്തുണയും ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് പണത്തിൻ്റെ പിന്തുണ കൊണ്ട് നിങ്ങൾ അവരെ കാശ് കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ മര്യാദക്കാരാണെങ്കിൽ കേസ് കഴിയുന്നത് വരെ ഈ പ്രവർത്തനം നിർത്തിവെക്കാൻ കഴിയണം. കേസിൽ തോറ്റാൽ പിന്നെ തിരിച്ചു പോകാൻ നിവൃത്തിയുള്ളൂ. അതുവരെ ഈ രാജ്യത്ത് സമാധാനം നിലനിർത്താൻ വേണ്ടിയുള്ള കാര്യത്തിൽ സഹകരിക്കണമെന്നും. റംസാൻ വിഷു ആഘോഷങ്ങൾക്ക് നിറം പകരാൻ ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരങ്ങളുമായി ഷഹനാസ് സിൽക്ക് ഹൗസ് കൂറ്റനാട്. ഓരോ പർച്ചേസിനും മികച്ച ഡിസ്കൗണ്ടും ഓഫറുകളും ഷഹനാസ് സിൽക്സിലൂടെ സ്വന്തമാക്കാം.